പരിശ്രമിക്കുകയാണ് നാം ചെയ്തത്. നമ്മുടെ മക്കളുടെ ഉന്നമനത്തിനു വേണ്ടിയുള്ള പെടാപ്പാടിലാണ് നാം ആ സമയത്തെ ചെലവഴിച്ചിട്ടുള്ളത്. പ്രവാസ ലോകത്തുള്ളവരാണെങ്കിൽ മക്കൾക്ക് വേണ്ടിയും കുടുംബത്തിനു വേണ്ടിയും അത്തരത്തിലുള്ള സമയം ചെലവഴിക്കൽ നടത്തുമ്പോൾ അവരുടെ സ്വന്തം ജീവിതം നാം ആ നിസ്കാരത്തിന് വേണ്ടി നൽകുന്ന സമയം, ആ നിസ്കാരത്തിന് വേണ്ടി നൽകുന്ന പ്രാധാന്യം എത്രമാത്രമാണ് എന്നൊരു വേള നാം ചിന്തിച്ചിട്ടുണ്ടോ സുഹൃത്തുക്കളെ? തീർച്ചയായിട്ടും നാം നൽകുന്നത് ഒരു സൈഡ് ബിസിനസ് ആയിട്ട്, അതായത് നാം ആ പരിപാടിക്ക് വേണ്ടി പോകുമ്പോ കൂട്ടത്തിൽ ആരെങ്കിലും ഒരാള് നിസ്കാരത്തിനോട് അല്പം താല്പര്യമുള്ള ആളുണ്ടാകും. അദ്ദേഹം പറയും നമുക്ക് നിസ്കരിക്കാം. അപ്പൊ കൂടെയുള്ളവര് പറയും ഇനി നമുക്ക് അവിടെ എത്തിയിട്ട് നിസ്കരിച്ചാ പോരെ. എന്നാലോ മറ്റു ചിലർ പറയും നമുക്ക് ഇവിടെ തന്നെ വെച്ച് നിസ്കരിച്ചാൽ പിന്നെ ആ ബുദ്ധിമുട്ടില്ലല്ലോ, അവിടെ പോയ പരിപാടി ഭംഗിയായിട്ട് നടത്താമല്ലോ. അവിടെയും അവരുടെ മനസ്സിന്റെ ഉള്ളിൽ കിടക്കുന്നത് പരിപാടി നന്നായിട്ട് സംഭവിക്കേണ്ടത് നമ്മുടെ നിശ്ചയത്തിന്റെ പരിപാടിയാണ്, അതല്ലെങ്കിൽ വിവാഹത്തിന്റെ പരിപാടിയാണ്, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പരിപാടികളാണ്. ളുഹറിന് വേണ്ടി നാം ഇറങ്ങുകയാണ്. ളുഹർ നിസ്കാരത്തിന് വേണ്ടി ഉളൂ ചെയ്യാൻ വേണ്ടി ഹൗലിന്റെ കരയിലേക്ക് ചെന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഉളൂ ഉണ്ടാക്കുന്ന രൂപം എത്രയും പെട്ടെന്ന് ഉളൂ ഉണ്ടാക്കി പള്ളിയിലേക്ക് കടന്നു ചെന്നു. ജമാഅത്തായി നിസ്കരിക്കാൻ നമുക്ക് താല്പര്യമുണ്ട്, ചില ആൾക്കാർക്ക് താല്പര്യമില്ല. താല്പര്യമുള്ളവർ അതിന് മുൻകൈയെടുത്ത് ജമാഅത്തായിട്ടുള്ള നിസ്കാരം ആരംഭിക്കും. എന്നാൽ കൂടെ ഇറങ്ങിപ്പോകുന്ന 10-12 ആൾക്കാർ, അതല്ലെങ്കിൽ 4-5 ആൾക്കാർ ആ ജമാഅത്തിൽ ഒന്നാമത്തെ തക്ബീറത്തുൽ ഇഹ്റാമോടുകൂടെ ഇമാമിന്റെ കൂടെ കൈകെട്ടുവാനുള്ള ആഗ്രഹമുള്ളവരാണോ? ഒരു ചിലർ സിസ്റ്റർ വലിച്ച്, അതല്ലെങ്കിൽ മറ്റു ചിലർ മറ്റു വർത്തമാനങ്ങൾ പറഞ്ഞ് പള്ളിയുടെ മുറ്റത്തും റോഡിന്റെ സൈഡിലും താമസിച്ചിട്ട് ആ നിസ്കാരം പകുതിയോളം തീരുന്നതുവരെ കാത്തുനിന്ന് പെടാപ്പാട് പെട്ടുപോയി ഉളു എങ്ങനെയൊക്കെ ഉളു ഉണ്ടാക്കിയിട്ട് അവസാനം മസ്ബൂക്കായിട്ട് തുടർന്ന് നിസ്കാരം ഒരു വല്ലാത്ത കോലത്തിൽ നിർവഹിക്കുന്ന ഒരു രൂപമാണ് നമുക്കുള്ളിലുള്ളത്. അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ പ്രഖ്യാപിക്കുന്നു, ഫവൈലുൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. നിസ്കാരക്കാർക്കാണ് വൈലി എന്ന നരകം. വൈലി എന്ന നരകത്തിന്റെ പ്രത്യേകത ഒരുപാട് പ്രാവശ്യം ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. വൈലി എന്ന നരകം നിസ്കാരക്കാർക്ക് തന്നെയാണ്. നിസ്കരിക്കാത്തവനെ സംബന്ധിച്ചല്ല അല്ലാഹു തആല പറഞ്ഞത്. ഫവൈലുൽ മുസല്ലീൻ, നിസ്കാരക്കാർക്ക് തന്നെയാണ് വൈലി എന്ന നരകം. അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, അവനാ നിസ്കാരത്തെക്കുറിച്ച് അലംഭാവം കാണിക്കുന്നവനാണ്, അവൻ ആ നിസ്കാരത്തെക്കുറിച്ച് അശ്രദ്ധവാനാണ്, ആ നിസ്കാരത്തിന്റെ നിബന്ധനകളെക്കുറിച്ച് അറിവില്ലാത്തവനാണ്, അതല്ലെങ്കിൽ നിസ്കാരത്തിന്റെ നിബന്ധനകളെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കാത്തവനാണ്, അതല്ലെങ്കിൽ ആ നിസ്കാരത്തിന് ആവശ്യമായ കാര്യങ്ങളൊക്കെയും കൃത്യമായി നിർവഹിക്കാത്തവനാണ്. അവൻ ആർക്കോ വേണ്ടി നിസ്കരിക്കുകയാണ്. ഒന്നിക്കൽ വാപ്പക്കും ഉമ്മക്കും വേണ്ടി നിസ്കരിക്കുന്നു, അതല്ലെങ്കിൽ താൻ കല്യാണം കഴിക്കാൻ പോകുന്ന വീട്ടുകാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി നിസ്കരിക്കുന്നു, അതല്ലെങ്കിൽ മഹല്ലത്തിലുള്ള പ്രധാനപ്പെട്ട സ്ഥാനം വഹിക്കുന്ന ഞാന് നിസ്കരിച്ചിട്ടില്ലെങ്കിൽ നാട്ടുകാരുടെ ഇടയിൽ നിന്ന് 2ാം നമ്പറായി മാറിപ്പോകുമെന്ന് ഭയന്നിട്ട് നാട്ടുകാർക്ക് വേണ്ടി അവൻ നിസ്കരിക്കുന്നു. അതല്ല എങ്കിൽ ഒരു രാജ്യത്തിലൂടെ യാത്ര ചെയ്യുകയാണെങ്കിൽ ആ രാജ്യത്തുള്ള ജനങ്ങൾ എന്നെപ്പറ്റി തെറ്റിദ്ധരിക്കുമെന്ന് കരുതിയിട്ട് നിസ്കരിക്കുന്നു. ആ നിസ്കാരത്തിന്റെ രൂപമുണ്ടല്ലോ, ഉളൂഹ് മുതൽ അവൻ അശ്രദ്ധ പാലിക്കുകയാണ്, ഉളൂഹ് മുതൽ അവൻ അപകടമുണ്ടാക്കുകയാണ്. കൃത്യമായി അവൻ ഉളൂഹ് ചെയ്യുന്നില്ല, മുഖത്തിന്റെ പരിധി അവൻ അറിയുന്നില്ല, കൈ കഴുകുമ്പോൾ എവിടം വരെ കഴുകണമെന്നവൻ അറിയുന്നില്ല, കാല് കഴുകുമ്പോൾ കാല് എവിടെ വെച്ച് കഴുകണമെന്നറിയുന്നില്ല. അഷ്റഫുൽ വറാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു വേളയിൽ ഒരു യാത്ര കഴിഞ്ഞ് തിരിച്ചു പോരുന്ന സമയത്ത് തന്റെ കൂടെയുള്ള സഹാബത്തൊക്കെയും മുന്നാലെ നടന്നിട്ട് പള്ളിയിലുള്ള ഹൗലിൽ നിന്ന് വുളു എടുക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. അത് കണ്ടപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിളിച്ചുകൊണ്ട് പ്രഖ്യാപിക്കുന്നു, വൈലുൽ അഖാബ്, നിര്യാണിയുടെ മടമ്പങ്കാലിന്റെ അഖിലുകാർക്കാണ് നരകം. വൈലുൽ അഖാബ്, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കാലിന്റെ പിൻഭാഗത്തുള്ള മടമ്പിന്റെ ഭാഗം കൃത്യമായി കഴുകാത്തവർക്കാണ് വൈലി എന്ന നരകമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രഖ്യാപിച്ചപ്പോ വുളൂ ചെയ്യുന്ന സമയത്ത് ഹൗലിൽ നിന്ന് കോരിയിട്ട് വെള്ളം കോരിയിട്ട്
തന്റെ കാലിലേക്ക് എത്രയോ മുകളിൽ നിന്ന് ഒഴിക്കുകയും കാലിന്റെ പിൻഭാഗം ഭംഗിയായി കഴുകാതെ ഇനി ടാപ്പ് ഉപയോഗിച്ചിട്ടാണ് കഴുകുന്നതെങ്കിൽ പോലും കാലിന്റെ മുഴുവൻ ഭാഗവും നെരിയാണി ഉൾപ്പെടെ കഴുകണമെന്ന നിബന്ധന പാലിക്കാതെ, അതല്ലെങ്കിൽ അത് പാലിക്കണമെന്നറിയാതെ വുളൂ ചെയ്യുന്നവനുണ്ടല്ലോ, അവന്റെ നിസ്കാരത്തിൽ പിശാചിന്റെ പ്രവർത്തനം കടന്നുകൂടിപ്പോയി. ബിസ്മി ചൊല്ലാതെ ഔദു ചൊല്ലാതെ വുളൂ എടുത്തുപോയി. പിശാച് അവന്റെ പ്രവർത്തനത്തിൽ കടന്നു ചെന്നുപോയി. പിശാചിന്റെ പ്രവർത്തനത്തിന് ആധികാരികത ലഭിച്ചുപോയ അവന്റെ നിസ്കാരമുണ്ടല്ലോ, അവൻ നിയ്യത്ത് ചെയ്തുകൊണ്ട് അല്ലാഹു അക്ബർ എന്ന റബ്ബുൽ ഇസ്സത്തായ തമ്പുരാന്റെ കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട്, അല്ലാഹു അക്ബർ എന്ന ജലാലത്തിന്റെ കലിമത്ത് ഉച്ചരിച്ചുകൊണ്ട് അവൻ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കലോടുകൂടെ അവന്റെ മനസ്സൊട്ടാകെ പരക്കുകയാണ്. ഭൗതികമായ ചിന്താഗതികളിലേക്ക് അവൻ കടന്നു ചെല്ലുകയാണ്. അതുവരെ അവൻ ചിന്തിക്കാത്ത വിഷയങ്ങളിലേക്കൊക്കെയും കടന്നു ചെല്ലുകയാണ്. ഇനി അവൻ എന്തൊക്കെ കണക്കുകൂട്ടലുകളുണ്ടോ അതൊക്കെയും അവന് കടന്നു വരികയാണ്. ഏതൊക്കെ മറന്നുപോയ വിഷയങ്ങളുണ്ടോ അതൊക്കെയും അവന്റെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. അങ്ങനെ ദുനിയവിയായ മുഴുവൻ ചിന്തകളിലൂടെയും കടന്നു ചെന്നിട്ട് ഫാത്തിഹ അവൻ ഓതുകയാണ്. അതിനു മുമ്പേ അവൻ ചൊല്ലുന്ന ഒരു സത്യപ്രതിജ്ഞയുണ്ട്, വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമാ വമാ അന മിനൽ മുശ്രിക്കീൻ. എന്താണ് ആ സത്യപ്രതിജ്ഞ? പേരിലതൊരു സത്യപ്രതിജ്ഞയാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ എന്റെ ശബ്ദം കേൾക്കുന്ന എന്റെ കൂട്ടുകാരെ സംബന്ധിച്ചിടത്തോളം, എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം അതൊരു സത്യപ്രതിജ്ഞയാണോ? അതല്ല അല്ലാഹുവിനെ പറ്റിക്കുന്ന ഒരു കള്ളവാദമാണോ? വജ്ജഹ്തു വജ്ഹിയ, ഞാൻ എന്റെ മുഖത്തെ തിരിക്കുന്നു, എന്റെ ശരീരത്തെ തിരിച്ചു വെക്കുന്നു, അതല്ലെങ്കിൽ മുന്നിടിക്കുന്നു, എന്റെ ശരീരത്തെ ഞാൻ സമർപ്പിക്കുന്നു, അല്ലാഹുവിലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. എങ്ങനെയുള്ള അല്ലാഹുവാണ്? ഫതറസ് സമാവാതി വൽ അർള, ഈ ഭൂമിയെയും ആകാശത്തെയും അണ്ഡകടാഹങ്ങളെയും സർവ്വലോകത്തെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന സർവ്വലോക രക്ഷിതാവായ റബ്ബുൽ ഇസ്സത്തായ തമ്പുരാന്റെ മുന്നിലേക്ക് ഞാനിതാ സമർപ്പിക്കുകയാണ്. സമർപ്പിച്ചിട്ട് അവന്റെ ചിന്താഗതികൾ നടക്കുന്നത് എങ്ങോട്ടാണ്? മാർക്കറ്റിൽ നടക്കുന്ന കച്ചവടത്തിലേക്കാണ്, അതല്ലെങ്കിൽ ഇപ്പൊ നടക്കാൻ പോകുന്ന വിവാഹത്തെക്കുറിച്ചാണ്, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹിസാബുകളില് ഏതെങ്കിലും ഒരു ഇടപാടുകളിൽ ഉടക്കിയിട്ടുള്ള വിഷയമുണ്ട്, ഒന്നുകിൽ എന്റെ ഇഖാമയുടെ പ്രശ്നം ശരിയാകാനുണ്ട്, അതിലേക്കാണ് എന്റെ ചിന്ത കടന്നുപോകുന്നത്. മകളുടെ വിവാഹത്തിലേക്കാണ് ചിന്തകൾ കടന്നുപോകുന്നത്. പുതിയ വാഹനം വാങ്ങാൻ ടൗണിൽ വന്നതാണ്, ആ വാഹനത്തിന്റെ രൂപഭംഗിയിലേക്കാണ് ചിന്ത കടന്നുപോകുന്നത്. അല്ലാഹുവിനോട് പറയുന്നു, റബ്ബുൽ ഇസ്സത്തായ തമ്പുരാന്റെ മുന്നിൽ നിന്നുകൊണ്ട് പറയുന്നു, വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള, ഈ സർവ്വലോക രക്ഷിതാവായ റബ്ബുൽ ഇസ്സത്തായ തമ്പുരാന്റെ മുന്നിലേക്ക് ഞാനിതാ സമർപ്പിക്കുന്നു. ഹനീഫൻ മുസ്ലിമൻ, ഹനീഫൻ മുസ്ലിമൻ, എല്ലാ നിലയിലും താണുവണങ്ങി വിനയാന്വിതനായി അനുസരണാബോധമുള്ള ഒരു മുസ്ലിമായിട്ട് ഹനീഫൻ, മറ്റൊരു വിഷയത്തിലേക്കും കടന്നു ചെല്ലാതെ, മൈലാനില്ലാതെ, ചാഞ്ഞുപോകാതെ, ഏതൊരു വിഷയത്തിലേക്കും തെറ്റാതെ നേർരേഖയിലുള്ള ഒരു മുസ്ലിമാണ് ഞാൻ. ആ രൂപത്തിൽ എന്റെ റബ്ബിലേക്ക് എന്റെ ശരീരത്തെ ഞാൻ സമർപ്പിക്കുന്നു. എവിടെ? ഹനീഫായ മുസ്ലിമാണോ ഞാനും നിങ്ങളും? എന്റെയും നിങ്ങളുടെയും മനസ്സിന്റെ ഉള്ളിൽ കിടന്ന് കളിക്കുന്ന സംശയങ്ങളുണ്ട്. ഗൗസുൽ ആലം മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവിടത്തേക്ക് വിളിച്ച് ഇസ്തിഗാസ ചെയ്യുമ്പോ അത് ശിർക്കാകുമോ ഇല്ലയോ എന്ന് ചിന്തിക്കുന്നവരല്ലേ ഞാനും നിങ്ങളും? എന്തേ കാരണം? ഇവിടെ കുറച്ച് പുത്തൻ പ്രസ്ഥാനക്കാര് ഏതാനും ചില വർഷങ്ങളായി, ആണ്ടുകളിലായിട്ട് ചില പല്ലവികൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. പ്രാർത്ഥന അല്ലാഹുവിനോട് മാത്രമാണ്. ഏതൊരു സത്യവിശ്വാസിയും ചെയ്യുന്നതും അത് തന്നെയാണ്. പക്ഷേ എല്ലാ സത്യവിശ്വാസികളുടെയും മനസ്സിന്റെ ഉള്ളിലേക്ക് സംശയത്തിന്റെ വിത്ത് പാകിക്കൊണ്ട് അവനൊക്കെയും പ്രഭാഷണം നടക്കുന്നുണ്ടല്ലോ. ഗൗസുൽ ആലമിനെ ഇബാദത്ത് ചെയ്യുന്നവരല്ലേ നിങ്ങൾ എന്ന് പറയുമ്പോ, യാ ഗൗസ് യാ മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് വിളിക്കുന്ന 1000 വട്ടം ഒരാൾ ഖൽവത്തിൽ വെച്ച് വിളിച്ചു കഴിഞ്ഞാൽ അവന്റെ വിളിക്ക് ഞാൻ ഉത്തരം ചെയ്യുമെന്ന് ഗൗസുൽ ആലം പറഞ്ഞപ്പോ ആ വിളിയെ ഇബാദത്താക്കി തെറ്റിദ്ധരിപ്പിച്ച് നമ്മൾ
മുന്നിൽ അവതരിപ്പിച്ചപ്പോ നമ്മുടെ മനസ്സിലോടിച്ചവന്നില്ലേ, ഞാൻ ഔഹദാദ് ഗൗസുൽ ആലമിനെ ആരാധിക്കുന്നുണ്ടോ? ഹനീഫായിരിക്കണം, മറ്റൊരു മതത്തിലേക്ക് ചാഞ്ഞു പോകാൻ പാടില്ല, മറ്റൊരാദർശം നോക്കാൻ പാടില്ല. നമ്മുടെ ആദർശം സീതയാണ്, സ്ട്രൈറ്റ് ആണ്, വളരെ നേരെയുള്ള പാതയിലാണ്. ആ രൂപത്തിലുള്ള ഒരു മുസ്ലിമാണ് ഞാനെന്ന് അള്ളാഹുവിന്റെ മുന്നിൽ നാം പ്രഖ്യാപിക്കുകയാണ്. ഗൗസുൽ ആലമിനോട് ഇസ്തിഗാസ നടത്തുന്നു, ഇബാദത്ത് നടത്തുന്നില്ല. റിഫായി തങ്ങളോട് ഇസ്തിഗാസ നടത്തുന്നു, ഇബാദത്ത് ചെയ്യുന്നില്ല. അതുപോലെ അമ്പിയാക്കൾ, ഔലിയാക്കൾ, ആരിഫീങ്ങളെ വിളിച്ചിട്ട് സഹായം അഭ്യർത്ഥിക്കുന്നു, പക്ഷേ അവർക്കൊന്നും ഇബാദത്ത് ചെയ്യുന്നില്ല. അവരോട് നാം സഹായം അഭ്യർത്ഥിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ അങ്കുരിക്കുന്ന ഒരു ചിന്തയുണ്ട്, ഞാൻ ഈ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം ചെയ്യുന്നത് എന്റെ റബ്ബുൽ ഇസ്സത്തായ തമ്പുരാനാണ്. ഗൗസുൽ ആലമിന് സ്വന്തമായിട്ടൊരു കഴിവില്ല, റിഫായി തങ്ങൾക്കൊരു സ്വന്തമായിട്ടൊരു കഴിവില്ല, മമ്പുറത്തെ തങ്ങൾ പാപ്പാക്ക് ഒരു സ്വന്തമായ കഴിവില്ല, CM വലിയുള്ളാഹിക്ക് സ്വന്തമായിട്ട് കഴിവില്ല. ആ മഹാനുഭാവന്മാരെ ഞാൻ വിളിക്കുമ്പോ എന്റെ റബ്ബ് അവരിലൂടെ എന്നെ സഹായിക്കുകയാണ്. അതിനൊരിക്കലും തെറ്റു പറയാനില്ലെന്ന വളരെ വ്യക്തമായ ചിന്തയിലൂടെ, വിശ്വാസത്തിലൂടെയാണ് ഞാൻ വിളിക്കുന്നത് എന്ന ഒരു ചിന്ത നമ്മുടെ ഉള്ളിലുണ്ടാകണം. പക്ഷേ നിസ്കരിക്കാൻ വേണ്ടി നിന്നിട്ട് അല്ലാഹുവിന്റെ മുന്നിൽ കള്ളവാചകം ചൊല്ലുകയല്ലേ? ഹനീഫം മുസ്ലിമായിട്ട് എന്റെ ശരീരത്തെ, എന്റെ സർവത്തെയും, എന്റെ മനസ്സിനെയും ശരീരത്തെയും ചിന്തകളെയും ഞാൻ സമർപ്പിക്കുന്നു. വമാ അന മിനൽ മുശ്രിക്കീൻ, ഞാനൊരിക്കലും ഒരു മുശ്രിക്കല്ല. എന്നിട്ടാണ് വീണ്ടും നാം പറയുന്നത്, ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ ലില്ലാഹി റബ്ബിൽ ആലമീൻ. അവിടെയാണ് നാം പറയുന്ന ഏറ്റവും വലിയ കളവ്. ഇന്ന സ്വലാത്തി, നിശ്ചയം എന്റെ നിസ്കാരം, നിശ്ചയമായിട്ടും എന്റെ ഈ നിസ്കാരങ്ങൾ, 5 വക്ത് നിസ്കാരങ്ങള്, അതിനോടുകൂടെയുള്ള റവാത്തിബ് സുന്നത്ത് നിസ്കാരങ്ങള്, അതുകൂടാതെയുള്ള മുത്തലക്കായിട്ടുള്ള സുന്നത്ത് നിസ്കാരങ്ങള്, ദുഹാ നിസ്കരിക്കുന്നു, തഹജ്ജുദ് നിസ്കരിക്കുന്നു, അതുപോലെ തന്നെ മറ്റുള്ള നിസ്കാരങ്ങളൊക്കെയും നിസ്കരിക്കുന്നു. പക്ഷേ ഈ നിസ്കാരങ്ങൾ അല്ലാഹുവിന് വേണ്ടിയാണെന്ന് ആണയിട്ടിട്ട് ഓരോ